IMICT പരീക്ഷ എഴുതി മർച്ചൻ്റ് നേവി നോക്കുന്ന സ്റ്റുഡൻസ്, മർച്ചൻ്റ് നേവിയിൽ തന്നെ DNS കോഴ്സ് നോക്കുന്ന സ്റ്റുഡൻസിന് അവരുടെ ഇൻ്റർവ്യൂവിൽ ധാരാളം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളോടൊപ്പം റിയാസ് സാറുണ്ട്. കോച്ച് ഇന്ത്യ IITians അക്കാദമിയിലെ IMICT സ്പോൺസർഷിപ്പ് എക്സാമിനുള്ള ഇൻ്റർവ്യൂ കോച്ചിങ് കൊടുക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ സാറടുത്ത് നമുക്ക് ഇന്ന് പൊതുവായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അതിനുള്ളൊരു ചെറിയ ടിപ്സ് സാറിന് കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ അതിലേക്കുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഞാൻ കാണുന്നത് നമ്മളെ സ്റ്റുഡൻസിന് ഭയങ്കര ഒരു പേടിയാണ്. ആ പേടി ഒന്ന് മാറിക്കിട്ടിയാൽ തന്നെ കുറേ കാര്യങ്ങൾ ഇവർ മുമ്പിലെത്തുന്ന എനിക്ക് തോന്നുന്നു. ഈ പേടി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് പ്രധാനമായിട്ട് സ്റ്റുഡൻസ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, പേടി എന്ന് പറയുന്നത് നോർമലാണ്. കാരണം അവർ +2 കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. പക്ഷെ എങ്ങനെ ആ പേടി മാറ്റാം എന്ന് ചോദിച്ചാൽ നമ്മളിവിടെ ചെയ്യുന്ന ഒരു മെത്തേഡ്, ആദ്യം നമ്മളുടെ അടുത്തൊരു സ്റ്റുഡൻറ്റ് വരികയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു മോക്ക് ഇൻ്റർവ്യൂ നടത്തുകയാണ് ചെയ്യുന്നത്. അവരുടെ CV കൊണ്ടുവന്നിട്ട് അവരുമായിട്ട് ഞാൻ സംസാരിക്കുന്നു, അവരുമായിട്ട് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നു. യഥാർത്ഥ എങ്ങനെയാണോ സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് അതുപോലെ തന്നെ നമ്മളൊരു ഇൻ്റർവ്യൂ നടത്തുന്നു. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഈ കുട്ടികൾക്ക് ഇതിൻ്റെ ഓഡിയോ ഫയൽ അയച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് തന്നെ അത് കേട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു എവിടേക്കാണ് തനിക്ക് ആൻസറിൻ്റെ പ്രശ്നം വരുന്നത്, എവിടേക്കാണ് തനിക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത്. എന്നിട്ട് ആ ഒരു മോക്ക് ഇൻ്റർവ്യൂവിലൂടെ നമ്മൾ അസസ് ചെയ്തതിന് ശേഷമാണ് അവരുടെ മിസ്റ്റേക്സ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേടി മാറ്റാൻ ധാരാളം മോക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ എക്സ്പോഷർ ഉണ്ടോ അത്രത്തോളം നിങ്ങളുടെ പേടി കുറയും, നിങ്ങൾ അത്രത്തോളം കോമ്പിറ്റൻ്റ് ആയി മാറും. കാരണം നിങ്ങൾ അത്രയും ചോദ്യങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പലർക്കും പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഇൻ്റർവ്യൂവിന് പോവത്തില്ല. അതായത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന പേടി കാരണം അയ്യോ ഞാൻ പറയുന്നത് തെറ്റിപ്പോന്ന് വിചാരിച്ചിട്ട് അവര് സംസാരിക്കാതെ തന്നെ ഇരിക്കും. ഇപ്പൊ ഇവിടെ നമ്മള് ഇവരെ ഈ ഒക്കെ ഇന്റർവ്യൂ ചെയ്യുന്നു, ആ ഇന്റർവ്യൂ റെക്കോർഡ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ സ്റ്റുഡൻസിന് അവനെ തെറ്റ് എവിടെയൊക്കെ തെറ്റിയെന്നുള്ള വീണ്ടും കണ്ട് അത് ക്ലിയർ ചെയ്യാനുള്ള ഒരു അതെ കാരണം ചില ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പം ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്. കുറച്ചും കൂടി നമുക്കൊരു ജനറലായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിനും എവിടെയാണ് പ്രോബ്ലം വരുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവൻ്റെ തന്നെ ഓഡിയോ ഫയൽ അവൻ കേട്ട് നോക്കണം. എന്നാൽ മാത്രമേ അവന് മനസ്സിലാവുകയുള്ളൂ. എനിക്കിത് സാറ് എന്നോട് ചോദിച്ചു ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അതിനെ കൂടുതൽ മനസ്സിലാക്കാനും അതെങ്ങനെ കൊടുക്കാം എന്നൊക്കെ പഠിക്കാനും ഒക്കെ അവർക്ക് അത് സഹായിക്കും. അതുപോലെ സാർ ഇന്ന ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ എടുത്തടിച്ച പോലെ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ഇന്റർവ്യൂ ബോർഡിൽ പോകുമ്പോൾ അൺനോൺ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതെങ്ങനെ ടാക്കിൾ ചെയ്യണം, ഇതെല്ലാം ഒരു പെട്ടെന്ന് തന്നെ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു പ്രശ്നം. നമുക്ക് അറിയില്ലെങ്കിലും ജസ്റ്റ് നമ്മൾ അതെനിക്ക് അറിയോ എന്നുള്ളതൊന്ന് നോക്കിയതിന് ശേഷമൊക്കെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഒറ്റയടിക്ക് അറിയില്ല എന്ന് പറയുന്നത്. തിൻ ലൈൻ ഇൻ ബിറ്റ്വീൻ കോൺഫിഡൻസ് ആൻഡ് അരഗൻസ്. നമ്മൾ അരഗന്റ് ആണെന്ന് തോന്നരുത്, ഐ ഡോണ്ട് നോ എനിക്കറിയില്ല, അല്ലെങ്കിൽ ആ ഒരു എല്ലാത്തിനും ഒരു ഡിപ്ലോമാറ്റിക് ഒരു നയമുണ്ടല്ലോ. ആ നയം മനസ്സിലാക്കണമെങ്കിൽ അവര് മോക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുകയും നമ്മൾ വീണ്ടും കൺസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരോട് ഇൻഡിവിജ്വലി പറഞ്ഞു കൊടുക്കും ഇതാണ് നിങ്ങളുടെ മിസ്റ്റേക്ക്, ഇവിടെയാണ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ്. അതായത് നമ്മൾക്കിപ്പോൾ ഒരു ഇന്റർവ്യൂ നല്ല സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ സ്റ്റുഡന്റ് ധാരാളം മോക്ക് ഇന്റർവ്യൂ ചെയ്യാന്നുള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ഇപ്പൊ നമ്മളെ കേരളത്തിലെ സ്റ്റുഡൻസ് പ്രത്യേകിച്ചും നമ്മളെ കേരളത്തിൽ ഈവൻ എനിക്ക് പോലും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റ് പുറമത്തെ ആൾക്കാരൊക്കെ ഇപ്പോൾ അതർ സ്റ്റേറ്റിലെ ആളുകളോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഹിന്ദി ഇംഗ്ലീഷും ചിലപ്പോൾ തെലുഗു കുറച്ചറിയാം, തെലുഗൊക്കെ സംസാരിച്ചു വരും. പക്ഷെ ഇപ്പം ഈവൻ നമ്മളെ കേരളത്തിലുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ വരെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര പേടിയാണ്. അയ്യോ ഇവർക്ക് നല്ല ഇംഗ്ലീഷ് അറിയോ, അത് ആ ഒരു പേടി അത് നമ്മുടെ സ്റ്റുഡൻസിൽ കണ്ടിരിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. ഈ പേടി മാറ്റാൻ ഈ ലാംഗ്വേജസ് അറിഞ്ഞിട്ട് പോലും സംസാരിക്കാനുള്ള ഒരു പേടി മാറ്റാൻ ഈ സ്റ്റുഡൻസിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ആക്ച്വലി ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഐഡിയാസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ് അല്ലേ. നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടാകുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വെദർ ഇംഗ്ലീഷിലോ നിങ്ങളുടെ മദർ ടങ്ങിലോ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ല ആശയങ്ങൾ ഉള്ളിൽ രൂപപ്പെടുക എന്നുള്ളതാണ്.
പിന്നീട് ഇംഗ്ലീഷിനോടുള്ള ഒരു ഭയം നമ്മുടെ മലയാളികൾക്കിടയിൽ വളരെ കൂടുതലാണ്, സ്വാഭാവികമായിട്ടും. പക്ഷെ അത് അത്രത്തോളം പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങളുടെ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് എത്ര ക്ലിയർ ആയിട്ടാണ് നിങ്ങൾ പറയുന്നതെന്നാണ് നോക്കുന്നത്. അല്ലാതെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഒരു ശശി തരൂരിയൻ ഇംഗ്ലീഷ് ഒന്നും ആവശ്യമുള്ള ഒരു കാര്യമല്ല. ഗ്രാമർ പഠിച്ച് പറയണം എന്നുള്ള ഗ്രാമർ പഠിച്ചു പറയണമെന്ന് വെച്ചാൽ വളരെ ബേസിക് ആയിട്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ളൊരു സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ കുട്ടികൾക്ക് അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി തന്നെ ധാരാളം ഇംഗ്ലീഷ് വീഡിയോസ് കാണുക, നല്ല സ്പീച്ചുകളൊക്കെ കാണുക, ടെഡ് ടോക്കുകൾ കാണുക, അതുപോലെ തന്നെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എടുക്കുകയോ പത്രം വായിച്ചിട്ട് ഒരു 5 വാക്ക് വെച്ചിട്ട് ഡെയിലി ഒന്ന് പഠിച്ചു പോവുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഇന്റർവ്യൂവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന സി വിയിൽ നിന്നാണ് അവർ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ആ സി വിയിലെ കാര്യങ്ങളെ കുറിച്ച് തെറ്റില്ലാതെ പറയുവാൻ കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇന്റർവ്യൂ വിജയിച്ചു. അപ്പം ആ രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ കൂടുതലായും അവരെ സി വിയിൽ നിന്ന് എന്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ സി വിയിൽ ബേസ് ചെയ്തിട്ടായിരിക്കും മോസ്റ്റ് ഓഫ് ഇന്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ്. അതെ. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്ക് നമ്മളെ കുറിച്ചൊന്നും അറിയില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന കാര്യം. അപ്പൊ അതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ സി വി നിങ്ങളൊരു 10 പ്രാവശ്യം വായിക്കുക. സി വി എത്രത്തോളം വായിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാകും. എൻ്റെ അടുത്ത ക്വസ്റ്റ്യനും ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഈ ഒരു നല്ലൊരു സി വിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട്, എങ്ങനെയാണ് ഒരു സി വി തയ്യാറാക്കേണ്ടത്, അത്തരത്തിലുള്ള ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? അതെ, നമ്മുടെ നാട്ടിലെ വലിയൊരു തമാശ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏത് ഇന്റർവ്യൂവിന് പോയാലും അവരുടനെ പോയിട്ട് ഒരു അക്ഷയ സെന്ററിലോ ഒരു ഇന്റർനെറ്റ് കഫേലോ പോയിട്ട് ചേച്ചി ഒരു സി വി തയ്യാറാക്കിയതാണെന്ന് പറയും. അപ്പം അവരുടെ വീക്ക്നെസിനെ കുറിച്ചും സ്ട്രെങ്തിനെ കുറിച്ചും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഈ ചേച്ചിക്ക് ആ ചേച്ചി ഓൾറെഡി തയ്യാറാക്കിയ ഒരു ഫോർമാറ്റ് ഉള്ള ഒരു സി വി അങ്ങ് അടിച്ചങ്ങ് വിടും. പിള്ളേരെ അവിടെ പോകുമ്പം ഇന്റർവ്യൂ പോകുന്ന ആള് ബാക്കിയെല്ലാം മറ്റേ സയാമീസ് ഇരട്ടകളെ പോലെ ഇരിക്കും. എല്ലാവരുടെയും സി ഒരുപോലെ ആയിരിക്കും, പേരും അഡ്രസ്സും മാത്രമേ മാറ്റമുള്ളായിരിക്കും. അപ്പൊ സ്ട്രെങ്തും കാണും വീക്ക്നെസ്സും അതും ഇതൊക്കെ കാണും. പക്ഷേ സ്ട്രെങ്ത് എന്താണെന്ന് ഇന്റർവ്യൂവിന് പോയവൻ അറിയത്തില്ല. അവിടെ ചോദ്യം വരുമ്പോൾ അവൻ അവിടെ പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സി വി എപ്പോഴും ജെനുവിൻ ആയിരിക്കണം. അപ്പൊ നമ്മളുടെ ക്ലാസ്സുകളിൽ ഞാൻ കുട്ടികളോട് ഹൗ ടു പ്രിപ്പയർ സി വി എന്ന് പറഞ്ഞ് നമ്മളൊരു വർക്ക്ഷോപ്പ് നടത്താറുണ്ട്. അപ്പം ഞാൻ പിള്ളേരോട് പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ ഒരു സി വി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഓഫ് ലൈഫാണ്. ഇത്രയും നാൾ നിങ്ങൾ വന്നതിനെ കുറിച്ച് ഒരു സമ്മറി പോലെ ഒരാളിലേക്ക് നിങ്ങൾ പറയുന്നതാണ്. അപ്പം എപ്പോഴും സി വിയിൽ നിങ്ങളുടെ സ്ട്രെങ്ത് കുറച്ച് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ആ സ്ട്രെങ്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസും വേണം. പിന്നെ രണ്ടാമത്തെ കാര്യം, സി വി ഒരിക്കലും കോൺട്രഡിക്റ്ററി ആയി മാറാൻ പാടില്ല. ഒരിക്കൽ എൻ്റെ അടുത്ത് ഇന്റർവ്യൂ ട്രെയിനിങ്ങിന് വന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ സി വി ഞാൻ കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത് ആയിട്ട് കൊടുത്തത് ലീഡർഷിപ്പ് സ്കില്ലായിരുന്നു, പക്ഷേ വീക്ക്നെസ് ആയിട്ട് കൊടുത്തത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. ഇത് സെൽഫ് കോൺട്രഡിക്റ്ററിയാണ്. കോൺഫിഡൻസ് ഉള്ള ഒരാൾക്കാണ് ലീഡർഷിപ്പ് സ്കിൽ കൂടുതലായിട്ട് വരുന്നത്. അപ്പം നമ്മളുടെ ആ സി വി കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ സ്ട്രെങ്ത് കൃത്യമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം. ചിലർ ചുമ്മാ വെറുതെ ഹോബി റീഡിങ് മലയാളം ലിറ്ററേച്ചർ, അപ്പോൾ വേണമെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരിക്കും ഇന്റർവ്യൂ ചെയ്യുന്ന ആള് നിങ്ങൾ റീസെന്റ് ആയിട്ട് വായിച്ച ബുക്കിന്റെ പേര് പറയാൻ പറഞ്ഞാൽ അറിയില്ല. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുക്ക് പോലും വായിച്ചിട്ടുണ്ടാവില്ല. നമ്മൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് വേറെയാണ് നിങ്ങളുടെ ഹോബിയെങ്കിൽ അത് ഏതാണോ അത് വെക്കുക, കറക്റ്റ് ആയിട്ട് എന്താണ് ചെയ്യുന്നത് ആ ഒരു ഇത് വെക്കുക. അങ്ങനെ ആ ഒരു സി വി വായിച്ചിട്ട് ഇതിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് തന്നെ മനസ്സിലാക്കുകയും ആ ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് പ്രിപ്പയർഡ് ആയിട്ട് തന്നെ പോവുകയും ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നതും പേടി തോന്നുന്നതും പ്രിപ്പറേഷൻ മോശമാവുമ്പോഴാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ കൃത്യമാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി റൈറ്റ് ടൈം ആ ഒരു പ്രിപ്പറേഷനും കൂടി മീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു സക്സസ് നടക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, മാക്സിമം മോക്ക് ഇന്റർവ്യൂ ചെയ്യുക, റിസൾട്ടിനെ കുറിച്ച് അത്രയ്ക്ക് വറി ചെയ്യണ്ട, നമ്മൾ നമ്മളുടെ ബെസ്റ്റ് ആയിട്ട് അങ്ങോട്ട് പോവുക, അതാണ് വേണ്ടത്. അപ്പൊ എൻ്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു ഇന്റർവ്യൂവിലെ ആദ്യത്തെ കുറച്ച് സമയം അതിൻ്റെ ഒരു പ്രാധാന്യം. ഇപ്പോൾ ഏത് ഇന്റർവ്യൂവിന് പോയാലും ഒരു കുട്ടിയെ അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആളും നോക്കുന്നത്
ആ മൊത്തത്തിൽ ആ ഫസ്റ്റത്തെ കുറച്ച് സമയം ഉണ്ടല്ലോ അതിന് നല്ല പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെന്താണ് സാറിന്റെ അഭിപ്രായം? അങ്ങനത്തെ ഒരു അതായത് നമ്മൾ ഒരാൾ കടന്നു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ഈ കാൻഡിഡേറ്റ് റൈറ്റ് ആണോ, അതെ, അല്ല ഈ കാൻഡിഡേറ്റ് ഈ ജോബിന് ആപ്റ്റ് ആണോ അല്ലയോ എന്ന് ഇന്റർവ്യൂ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. കാരണം അവർക്ക് അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ കാൻഡിഡേറ്റിന്റെ നോട്ടത്തിലും ആ കാൻഡിഡേറ്റിന്റെ നടത്തത്തിലും എല്ലാം ഒരു ഓഫീസർ ക്വാളിറ്റി ഉണ്ടോന്ന്, ഞാൻ ഈ മർച്ചന്റ് നേവി ആയിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ ട്രെയിനബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണോ ആ വരുന്ന ആളെന്ന് അവർക്ക് മനസ്സിലാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ബോഡി ടോക്സ് എന്ന് പറയും. നമ്മളുടെ ശരീരം തന്നെ, നമ്മുടെ ശരീരഭാഷ സംസാരിക്കുന്നുണ്ട്. നമ്മളുടെ അംഗവിക്ഷേപങ്ങളും നമ്മുടെ ശരീരഭാഷയും നമ്മൾ എത്രത്തോളം ആത്മവിശ്വാസമുള്ളവരാണെന്നും നമ്മൾ എങ്ങനെയാണ് നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നതെന്നും ഒരു അൺസർട്ടൺ സിറ്റുവേഷൻ വന്നാൽ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കുവാൻ അവരെ സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുകയും ഇൻ്റർവ്യൂ ബോർഡിനോട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം അറിയില്ലെങ്കിലും കൃത്യമായിട്ട് സോറി സാർ ഐ ഡോണ്ട് നോ എന്ന് പറയാനുള്ള, അല്ലെങ്കിൽ ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ട് ഞാൻ അറിയേണ്ടതായിരുന്നു പക്ഷെ എനിക്കിത് അറിയില്ല എന്നുള്ളത് സമ്മതിക്കാനുള്ള ഒരു സ്കില്ല് വേണം. അറിയില്ല എന്ന് പറയുന്നതിന് ഒരു സോറി പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഹോബിയുമായി റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. അപ്പം ആ ചോദ്യം ചോദിക്കുന്ന വ്യക്തി ഒരു അസംഷനിലാണ് ചോദിക്കുന്നത്, ഈ ഹോബി ഉള്ള ആൾക്ക് ഇത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് എടുത്തടിച്ച പോലെ ഐ ഡോണ്ട് നോ പറഞ്ഞാൽ അവിടെ വർക്കാവില്ല. അപ്പൊ എന്തുകൊണ്ട്, അതായത് ഇന്റർവ്യൂ ബോർഡിനെ കൺവിൻസ് ചെയ്യുവാൻ കഴിയുക എന്നുള്ളതാണ് വേണ്ടത്. പിന്നെ ശ്രീത് പറഞ്ഞതുപോലെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പോലെ, നമ്മളിപ്പം പലർക്കും ഞാൻ ഒരു പോയിന്റും കൂടി പറയാം. ഇപ്പൊ പലർക്കും ഈ CV-യിൽ കാണിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, ഇവരുടെയൊക്കെ ഈ ഇമെയിൽ ഐഡികൾ വളരെ ഫാൻസി ആയിട്ടുള്ള ഇമെയിൽ ഐഡി പേരൊക്കെ. അത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ sigma@gmail.com എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും പേരൊക്കെ. കുറച്ച് മുമ്പാണ് നമ്മൾ സമയത്തൊക്കെയാണ് സൂപ്പർമാൻ സ്പൈഡർമാൻ അല്ലേ, അങ്ങനത്തെ രീതിയിൽ. പക്ഷെ കാരണം നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിനാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ആ മൊത്തത്തിൽ നമ്മുടെ മെയിൽ ഐ ഡി പോലും പ്രൊഫഷണൽ ആയിട്ട് മാറണം, ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്. ഞാൻ ഇന്റർവ്യൂ ട്രെയിനിങ്ങിന് കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾക്ക് വേറെ രീതിയിൽ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിലും നിങ്ങൾ ആ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഉള്ള ഇമെയിൽ ഐ ഡി ഒരു നല്ല രീതിയിലുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി കൊടുത്ത് മാത്രമേ പോകാവുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് ഇംപ്രഷനും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലും ഒക്കെ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ കുട്ടികൾ ഈ സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിന് തയ്യാറെടുക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ +2 കഴിഞ്ഞു മർച്ചന്റ് നേവിയിലേക്ക് ഒരു ഓഫീസറായി മാറുവാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓഫീസറായിട്ട് മാറുമ്പോൾ ഫേക്ക് ഇറ്റ് ബിഫോർ യു മേക്ക് ഇറ്റ്. നിങ്ങളൊരു ഓഫീസർ ആണെന്ന് തന്നെ കരുതുക. ഒരു ഓഫീസർ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, ഒരു ഓഫീസറിൻ്റെ വസ്ത്രധാരണം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ഓഫീസർ ആയി കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, ഇത്തരത്തിൽ ആലോചിച്ചിട്ട് മാനസികമായിട്ട് അതിനോട് താതാത്മ്യം പ്രാപിക്കുക, അതിലേക്ക് തയ്യാറെടുക്കുക. അങ്ങനെ തയ്യാറെടുപ്പുകൾ നിങ്ങളുടെ മാനസികമായിട്ട് ആ ഒരു തയ്യാറെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തന്നെ ഉള്ളിൽ നിന്നൊരു ആത്മവിശ്വാസം വരും, ഒരു കോൺഫിഡൻസ് വരും. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ആ ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. ആ 10 മിനിറ്റിൽ തന്നെ ഈ വരുന്ന കാൻഡിഡേറ്റ് നമുക്ക് സ്യൂട്ടബിൾ ആണ് എന്ന് സ്പോൺസർഷിപ്പ് കമ്പനിക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങളുടെ പെരുമാറ്റം മാറും. ഓക്കെ സാർ, എന്തായാലും താങ്ക്സ്. അത്യാവശ്യം കാര്യങ്ങൾ ഇന്നത്തെ ഈ ചെറിയ സമയം കൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇനിയും ഇങ്ങനത്തെയുള്ള ധാരാളം വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരാം ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് പേപ്പർ, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. ഇൻ്റർവ്യൂമായി സ്പോൺസർഷിപ്പിനൊക്കെ വേണ്ടിയിട്ട് വരുന്ന സംഭവം. അതിലേക്കുള്ള കുറച്ച് ടിപ്സുകളാണ് നമുക്കിന്നിപ്പോൾ റിയാസ് സാർ ഇവിടെ തന്നത്. ഇനിയും ഇങ്ങനത്തെ ധാരാളം ടിപ്സുമായിട്ട് വരാം. അപ്പോൾ എല്ലാവരും തന്നെ ഫോളോ ചെയ്തിരിക്കുക. ഓക്കെ, താങ്ക് യു.